മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ കരാറുകാരൻ പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് റോഡ് ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ സമരത്തിലേക്ക്. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ കെ ആന്റണി ഈ മാസം 27 മുതൽ കോട്ടയത്തെ റീബിൽഡ് കേരള ഓഫീസിനു മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലായുള്ള 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന 4.2 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് 2018 പ്രളയകാലത്തായിരുന്നു തകർന്നത്. 2019 കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായി. പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച് 2022 മാർച്ച് 26 നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 270 ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാറ്. എന്നാൽ നിർമ്മാണം ആരംഭിച്ച് 3 വർഷത്തോടടുക്കുമ്പോഴും ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ചില കലുങ്കുകളുടെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. ടാറിംഗ് ജോലികളും ഓടകളുടെയും മറ്റും നിർമ്മാണ ജോലികളും ചിലയിടങ്ങളിൽ ടൈൽ വിരിക്കേണ്ട ജോലികളുമാണ് അവശേഷിക്കുന്നത്. റോഡിൽ ഉറപ്പിച്ച മെറ്റലുകൾ ഇളകിയതോടെ പ്രദേശത്തേക്കുള്ള യാത്ര ദുഷ്കരമായി. ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് പരിക്ക് സംഭവിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. ടെൻഡർ ചെയ്തിട്ട് 3 വർഷത്തോളം എഗ്രിമെന്റ് ചെയ്ത് പണി ആരംഭിച്ചത്. അത് കഴിഞ്ഞ 2018 പ്രളയത്തിൽ നഷ്ടപ്പെട്ട റോഡാണ്. അപ്പം അത് പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയത് ചെയ്തത്. പക്ഷേ ഇതുവരെ കരാറുകാരൻ ആ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതായത് 2-ാം വാർഡ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡും 3-ാം വാർഡും 4-ാം വാർഡും ഉൾപ്പെടുന്ന ഏതാണ്ട് 5ഓളം ആദിവാസി കുടികൾ ഉൾപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺട്രാക്ടർക്ക് നിലവിൽ മുഴുവൻ ബില്ലുകൾ പണി ചെയ്ത വർക്കുകൾക്ക് വരെയുള്ള ബില്ലുകൾ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ പണി പൂർത്തീകരിക്കാതെ കാലതാമസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ചിക്കണംകുടി സ്കൂളിലേക്കുള്ള ഏക റോഡ് കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. 6 ആദിവാസിയിടങ്ങളിലെ കുടുംബങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയാണ് ആളുകൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇളകിക്കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും തകരാർ സംഭവിക്കുന്നത് പതിവാണ്. മുമ്പ് ഈ മേഖലയിലേക്കുണ്ടായിരുന്ന സ്കൂൾ ബസ്സുകൾ റോഡ് യാത്രായോഗ്യമല്ലാതായതോടെ സർവീസുകൾ നിർത്തി. ഈ റോഡിൽ കരാറുകാരൻ നടത്തിയ നിർമ്മാണ ജോലികളുടെ ചില ബില്ലുകൾ മാറി പണം ലഭിച്ചുവെന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തീകരിക്കാമെന്ന് ഈ ഘട്ടത്തിൽ കരാറുകാരൻ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നും റോഡ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് റോഡ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നതെന്നും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദൻ, വൈസ് പ്രസിഡന്റ് അനിൽ കെ ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിനേഷ് തങ്കച്ചൻ, AK സുധാകരൻ, റോഡ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ ജിസ് തങ്കപ്പൻ, സെബാസ്റ്റ്യൻ തോമസ്, AK ശശികുമാർ, വിശാലം മുരളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.